കൃഷ്ണൻ പറയുന്നതെല്ലാം ധർമ്മം, കൃഷ്ണൻ ചെയ്തതെല്ലാം തന്ത്രം. അതേ കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് അധർമ്മമാകും. ഇങ്ങനെയാണ് മഹാഭാരത വായനയിലൂടെ കൃഷ്ണന്റെ ആരാധകരായി മാറിയവരും മഹാഭാരതം കേട്ടുകേൾവിയിലൂടെ കൃഷ്ണന്റെ ആരാധകരായി മാറിയവരുമൊക്കെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കൃഷ്ണൻ ശരിക്ക് യഥാർത്ഥത്തിൽ എന്താണ് മഹാഭാരതത്തിൽ ചെയ്തത്? കൃഷ്ണന്റെ എല്ലാ ചെയ്തികളും ശരിയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ പോലും കൃഷ്ണഭക്തർ ആക്രമിക്കാൻ വരുന്നതാണ് പൊതുവായി കണ്ടുവരുന്നത്. മഹാഭാരത കഥ നമുക്കെല്ലാവർക്കും അറിയാം. പാണ്ഡവരോട് കൗരവർ ചെയ്ത കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയാലും കൃഷ്ണൻ നേരിട്ട് തന്നെ കൗരവരടുത്ത് പോയി പാണ്ഡവർക്ക് വേണ്ടി അർദ്ധരാജ്യം ചോദിക്കുന്നതും ഗ്രാമങ്ങളെങ്കിലും ചോദിക്കുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനെ തുടർന്നാണ് കുരുക്ഷേത്രമൊക്കെ ഉണ്ടാകുന്നത്. പാണ്ഡവരുടെ പക്ഷത്ത് കൃഷ്ണൻ നിൽക്കുകയും ചെയ്തു. ഇതൊന്നും തെറ്റായ കാര്യങ്ങളല്ല. എന്നാൽ പാണ്ഡവ പക്ഷത്ത് കൃഷ്ണൻ നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങളിലാണ് പ്രശ്നം. അവിടെയാണ് അധർമ്മം. അത് തന്ത്രമെന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ മറുപക്ഷം ചെയ്ത കാര്യങ്ങളും തന്ത്രമെന്ന് സമ്മതിക്കേണ്ടി വരും. ഭീഷ്മരെ വീഴ്ത്തിയത് ധർമ്മമായിരുന്നില്ല. ദ്രോണരെ വീഴ്ത്തിയത് ധർമ്മമായിരുന്നില്ല. കർണനെ വീഴ്ത്തിയത് ധർമ്മമായിരുന്നില്ല. സുയോധനനെ ചതിയിൽപ്പെടുത്തി വീഴ്ത്തിയത് ധർമ്മമായിരുന്നില്ല. ഇതിനെല്ലാം പിന്നിൽ ഉപദേശകനായി നിന്നത് കൃഷ്ണനായിരുന്നു. കൃഷ്ണൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട്, കൃഷ്ണന്റെ അഭിപ്രായത്തിനനുസരിച്ച് ഇതെല്ലാം ചെയ്തതുകൊണ്ട് അത് ധർമ്മമാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ല. നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാലും ഇതൊക്കെ തന്നെയാണ് പലയിടത്തും കാണുന്നത്. പല ആൾക്കാരെയും ആരാധിക്കുകയും അവരെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യുന്നവർ അവർ ചെയ്തു കൂട്ടുന്ന സകലമാന കള്ളങ്ങൾക്കും ഒപ്പം നിൽക്കുകയും അവർ പറയുന്ന നുണകളെല്ലാം സത്യമാണെന്ന് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇതെല്ലാം കൃഷ്ണനെ കണ്ണടച്ച് വിശ്വസിച്ച് കൃഷ്ണന്റെ അധർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാക്കി വാഴ്ത്തുന്നതിന് തുല്യമാണ്. ഇതിഹാസം കൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനെയാണ്. എന്ത് ചെയ്യാം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അത് അങ്ങനെ തന്നെ ആകുന്നതാണ് ഇതിഹാസത്തിന്റെ ഭംഗി. കഥ പഴയതാണ്, ചോദ്യം പുതിയതാണ്.